മച്ചന്മാരെ ഇന്നത്തെ ദിവസം നമ്മുടെ കരിമ്പാടത്ത് ആറാട്ട് സദ്യക്കാണ്ട നമ്മൾ പോയത്. തൂയിത്തറക്കാർക്ക് കരിമ്പാട ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് എല്ലാ ഉത്സവത്തിനും ഒരു പാലം ഇടും കേട്ടോ. ആ പാലത്തിൽ കൂടിയാണ് നമ്മൾ കരിമ്പാടം ആറാട്ട് സദ്യക്ക് എത്തിയത്. കരിമ്പാടം പൂരത്തിന് പൊണ്ടാട്ടി ഫാമിലി മെമ്പർമാരുടെ ഒപ്പം പോയായിരുന്നു കേട്ടാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇതാണ് കേട്ടാ സിദ്ധൂട്ടൻ. പുറത്തെവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഫുൾ ടൈം ഡാൻസ് ആണ്. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ ആളൊന്ന് പമ്മി. പൊണ്ടാട്ടിയും ഫാമിലി മെമ്പർമാരെല്ലാവരും കൂടിയും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടാ. അതിനുശേഷം നമ്മ ഫുഡ് കഴിച്ചത്. നമ്മളെന്തായാലും അവസാന പന്തിയിൽ ഇരുന്നത് കൊണ്ട് കുറച്ച് കറികളൊക്കെ കുറവായിരുന്നുണ്ടെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പൈസയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ആറാട്ട് സദ്യ അടിപൊളിയായിട്ട് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങണ വഴിക്ക് പൂര ഒഴിഞ്ഞ പറമ്പില കുറച്ച് വീഡിയോ കൂടി നമ്മൾ എടുത്തിട്ടാ. എന്തായാലും ഉത്സവത്തിന് വരാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഇതായിക്കോട്ടെ ഒരു വീഡിയോ എന്ന് വിചാരിച്ച്. കടകളൊക്കെ കുറച്ചൊക്കെ അവിടെ ഉണ്ട് കേട്ടാ. കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആനയുടെ പന്തലും കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല. എന്തായാലും അതൊക്കെ ഒരു അടിപൊളി വൈബാണ് കേട്ടാ. ഉത്സവം നമ്മൾ വീഡിയോയിലൂടെ കണ്ടായിരുന്നു, കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പൊടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് അമ്പലപ്പറമ്പ് മൊത്തം നനക്കണുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും അടിപൊളിയായി. സദ്യ കഴിക്കാൻ വന്ന ടൈമിൽ ലല്ലൂസ് ആദ്യമൊക്കെ കുറച്ച് ടെററായിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടി വരുമെന്ന്. പിന്നെ ആൾ നൈസായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തതുകൊണ്ട് സദ്യയൊക്കെ നമ്മൾ കഴിച്ച് ഹാപ്പി ആയിട്ട് അമ്പലപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് യാത്ര വേണ്ട. ഈ പാലം നമുക്ക് ഓർമ്മ വന്നത് ആലുവ മണപ്പുറത്ത് പോയ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കേട്ടോ. അവിടെ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ടൊരു പാലമായി. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, അപ്പം ചിന്ന ചിന്ന വിശേഷങ്ങളും യാത്രകളുമായി പിന്നെ കാണാം. ഓക്കെ, ബായ്.